മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് തെറ്റാണോ? ഏതാ മാതാപിതാക്കൾ? ആലോചിച്ചു കഴിയും. ആരെങ്കിലും സമ്മതം കൊടുക്കും? ഞാൻ ഈ പെൺകുട്ടികളോട്, ചില പെൺകുട്ടികൾ വന്നിട്ട് നമ്മൾ പറയാൻ അറിയും, സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഇതിന് ഞാൻ ഒഴിവാകാണോ വേണ്ടത്? ആൺകുട്ടികളെക്കാളും ഗേൾസാണ് പെൺകുട്ടികൾ. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമ്മോട് പറയണം, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എന്റെ അഫയർ ആയിട്ടുള്ള പയ്യനെ കുറിച്ച് ഞാൻ നല്ലോണം എനിക്കറിയാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് അവന് നിങ്ങൾ തെളിവ് സഹിതം കണ്ടുപിടിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പിൻവാങ്ങാം. ഒരു കൗൺസിലിംഗ് വേണ്ട, ഒന്നും വേണ്ട, പിൻവാങ്ങാം. പക്ഷെ നിങ്ങൾ തെളിവ് മുഖാനെ ഹാജരാക്കണം. ഞാൻ തെളിവ് തരും, ഞാൻ തെളിവ് തന്നാൽ നീ അംഗീകരിക്കും, പോയിക്കണം, അംഗീകരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് മാന്യമായി ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കുട്ടി കോളേജിൽ പോകുമ്പോൾ ഒരുത്തങ്ങനെ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലും ഗേറ്റിംഗ് ഒക്കെ വന്നിട്ട് ഒരു പഴയ മൊബൈലൊക്കെ, ഒരു 500 രൂപ മൊബൈലൊക്കെ വാങ്ങി കൊടുത്തിട്ട് സിമ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എപ്പോഴും രാത്രി 1 മണിക്കൂർ 2 മണിക്കൂർ മിസ് അടിക്കുക, എന്നിട്ട് തിരിച്ച് വിളിപ്പിക്കുക, പിന്നെ വീഡിയോ ചാറ്റ് ചെയ്തിട്ട് അവരുടെ ഫോട്ടോസ് ആവശ്യപ്പെടുക, എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് ബൈക്കുമ്പോൾ കയറ്റി കൊണ്ടുപോകുക, വാപ്പക്കുമ്പൊക്കെ എതിരായിട്ട് ചർച്ചകൾ നടത്തുക. ഇതൊക്കെ ചെയ്യുന്ന ഒരാൾ നല്ല ആളാണ്, ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കണം. ഇയാളൊരു നല്ല ആളാണ്. ഞാൻ പറഞ്ഞു, പൊന്നുകുട്ടി, ആരെ കല്യാണം കഴിച്ചാലും ഇപ്പൊ ഒരു കഞ്ചാവ് കഴിക്കണമെന്ന് കല്യാണം കഴിച്ചാലും എന്താ നിങ്ങൾ ഒന്ന് വാശി പിടിച്ച് ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചാൽ ഒരു പക്ഷെ നമുക്ക് അയാളെ മാറ്റാം. ഇത് അതിനേക്കാൾ വലിയ രോഗ സുഹൃത്തുക്കൾ. എന്നോട് കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞാൽ കൊക്കൈൻ ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവന്റെ അഡിക്ഷനും ചികിത്സിക്കാം, പക്ഷെ പോൺ സൈറ്റുകളിൽ കയറുന്നവന്റെ അഡിക്ഷൻ നമുക്ക് ചികിത്സിച്ച് മാറ്റുന്നതിൽ പ്രതീക്ഷയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എത്ര വലിയ രോഗമാണ്. നമ്മുടെ ഈ രോഗം ഖുർആൻ കൽബിഹി മറന്ന് എന്ന് പറഞ്ഞ രോഗമാണ്, അത് ഡിസീസാണ്. ഞാൻ പെൺകുട്ടികൾ പറയും, ഇങ്ങനെ നിന്നെ ക്യാമ്പസ് നിന്ന് വളച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്ന ഇവൻ നിന്റെ കല്യാണം കഴിഞ്ഞാൽ അവന്റെ ഫോണിൽ നീ കാണും നിന്നോട് കല്യാണത്തിന്റെ മുമ്പ് ചെയ്ത അതേ ചാറ്റിംഗ്, അതേ സെന്റൻസുകൾ, അതേ വാചകങ്ങൾ മറ്റൊരു പെൺകുട്ടിക്ക് അയക്കുന്നത് നിനക്ക് കാണാനാവുമെന്ന്. നിങ്ങൾ ആരെയും വിചാരിക്കണ്ട ഈ കല്യാണം കഴിഞ്ഞാൽ ഇനി അയാൾ ഒരാളെയും സ്നേഹിക്കൂല, ഒരു പെൺകുട്ടിനെ നോക്കൂല, ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കൂല, അതുകൊണ്ട് അവൻ യോഗ്യനല്ല, ഒരു ഭർത്താവാകാൻ യോഗ്യനല്ല, ഒരു വിശ്വസ്തനല്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെ അവിഹിതമായി പെണ്ണുങ്ങളെ ബന്ധപ്പെടുന്നവൻ എന്നാണ് അവന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ. അതാണ് അവിഹിതമായി പെൺകുട്ടികൾക്ക് ചാറ്റ് ചെയ്യുന്നവനാണ്. അതന്നെയാണ് നിന്നെ കല്യാണം കഴിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത. അതന്നെയാണ്. അതിലേറെ വലിയ തെളിവ് ഞാൻ ആ തെളിവാണ് ഇരിക്കണേ. നീ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്, നീ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സാക്ഷി.